ഒരിക്കൽ ഒരു പത്രപ്രവർത്തകൻ ബ്രൂസ്ലിയോട് ചോദിച്ചു, ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മറുപടിയായിരുന്നു, 10,000 അടവുകൾ പഠിച്ച ഒരു വ്യക്തിയെ ഞാൻ പേടിക്കുന്നില്ല. എന്താ പറഞ്ഞ്? 10,000 അടവുകൾ പഠിച്ച ഒരു വ്യക്തിയെ ഞാൻ പേടിക്കുന്നില്ല, പക്ഷെ ഒരടവ് 10,000 തവണ പ്രാക്ടീസ് ചെയ്ത ആ വ്യക്തിയെ ഞാൻ പേടിക്കുന്നു പറഞ്ഞു. ദാറ്റ് ഈസ് ദ പവർ ഓഫ് റിപ്പീറ്റേഷൻ. റിപ്പീറ്റേഷന്റെ പവർ അതാണ്. ഒരു കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, വി ക്യാൻ ബി ദ മാസ്റ്റർ ഇൻ ദാറ്റ്. ആ കാര്യത്തിൽ നമുക്ക് മാസ്റ്റർ ആകാൻ കഴിയുന്നതാണ്. റിപ്പീറ്റേഷൻ, പ്രാക്ടീസ്, വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ പവർ എന്താണെന്ന് അറിയണമെങ്കിൽ സർക്കസ് കണ്ടാൽ മതി, അല്ലേ? സർക്കസ്, ദാറ്റ് ഈസ് ദ റിയൽ പവർ ഓഫ് റിപ്പീറ്റേഷൻ. അപ്പൊ നിങ്ങൾ ഒരു മടിയും കൂടാതെ എന്താണ് റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണണം. ഒരു വീഡിയോ നിങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോൾ നിങ്ങളുടെ ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, പെർഫെക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മടിയും കൂടാതെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അത് എഴുത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനൊന്ന് ശരിക്കും പഠിച്ചെടുക്കാം. ഓക്കെ, എന്താണ് ഇതിന്റെ നെഗറ്റീവ്, എന്താണ്, എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇരട്ടി വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് സിമ്പിൾ പാസ്റ്റ്. എന്താണ് സിമ്പിൾ പാസ്റ്റ്? സിമ്പിൾ പാസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്തിരുന്നു എന്ന് പറയാനാണ് ഉപയോഗിക്കുക. ഇനി ഈ സിമ്പിൾ പാസ്റ്റിന് നമ്മൾ എപ്പോഴും വെർബ് സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുക. എന്താണ് വെർബ് സെക്കൻഡ് ഫോം? ഇത് സെന്റൻസ് ഉണ്ടാക്കേണ്ട സ്ട്രക്ചർ ആട്ടോ. എന്താണ് ആദ്യം സബ്ജക്ട് ചേർക്കുക, ഏതും പറയാം, ഐ യു ദേ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് നേരെ വെർബ് സെക്കൻഡ് ഫോം. വെർബ് സെക്കൻഡ് ഫോം, ഗോ വെർബ് ഫസ്റ്റ് ഫോം അല്ലേ, അതിന് സെക്കൻഡ് ഫോം ആണ് വെന്റ്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? വെന്റ് ആണ് വേണ്ടത്, വെർബ് സെക്കൻഡ് ഫോം. ഇനി ഈ ഒരു സെന്റൻസിന്റെ നെഗറ്റീവ് ആണെന്ന് ഡിഡിന്റ് ചേർത്തിട്ട് അതിന്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, കണ്ടോ, ഡിഡിന്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ കാരണം ഡിഡ് എന്ന് പറയുന്നത് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. ഡിഡ് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. പിന്നെ അതിന്റെ കൂടെ വീണ്ടും സെക്കൻഡ് ഫോം ഉപയോഗിക്കരുത്. ഡിഡിന്റ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം, ഡിഡ് പ്ലസ് വെർബ് ഫസ്റ്റ് ഫോം. ഓക്കെ, ഇനി നമ്മൾ ഉദാഹരണങ്ങൾ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. നമുക്ക് ആദ്യം നമ്മുടെ മനോഹരമായ ടേബിൾ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ ടേബിളിലെ ഒന്നാമത്തെ ബോക്സ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്, ആ യു ദേ വി ഡുവർ സബ്ജക്ട്. ക്ലിയർ? അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ബോക്സ് ആണെന്ത്? വെർബ് സെക്കൻഡ് ഫോം, പാസ്റ്റ് ഫോം എന്ന് പറയും. വെർബ് സെക്കൻഡ് എന്ന് പറയാം, പാസ്റ്റ് ഫോം എന്ന് പറയും. ഞാൻ പറയാണ് വെന്റ്. ഗോ എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വെന്റ്. അതുപോലെ കെയിം, കം, കെയിം. അതുപോലെ സെറ്റ്, സേ പറയുക, സെറ്റ് പറഞ്ഞു. ബോട്ട് വാങ്ങി, BUY ബൈ എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ബോട്ട് എന്ന് പറയുന്നത്. അതുപോലെ ബ്രിങ് കൊണ്ടുവരിക, ബ്രിങ് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ബ്രോട്ട് കൊണ്ടുവന്നു. അതുപോലെ സീ കാണുക, സോ കണ്ടു. ഓക്കെ, അതുപോലെ ഗെറ്റപ്പ് എണീക്കുക, ഗോട്ടപ്പ് എണീറ്റു എന്നാണ്, ഗോട്ടപ്പ് എണീറ്റു എന്നായി. അതുപോലെ റീച്ച് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് റീച്ച്ഡ്, എത്തി എന്നാണ്, എത്തി. ഹെൽപ്പിന്റെ സെക്കൻഡ് ഫോം ആണ് ഹെൽപ്ഡ്, സഹായിച്ചു. അതുപോലെ ഈറ്റ് കഴിക്കുക, ഈറ്റിന്റെ സെക്കൻഡ് ഫോം ആണ് എയ്റ്റ്. നമ്മൾ സംസാരത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷിൽ എയ്റ്റ് എന്ന് പറയുന്ന വേർഡിന് പകരം നമ്മൾ സാധാരണ ഹാഡ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഹാവ് എന്ന് പറയുന്ന വേർഡിന് കഴിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഹാഡ് ഉപയോഗിച്ചത്. അതാണ് ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഡ്രാങ്ക്, കുടിച്ചു, ഡ്രാങ്ക്. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ, ഞാനൊരു കപ്പ് ചായ കുടിച്ചു. അതാണ് കോൾ, കോൾഡ് വിളിച്ചു. അതുപോലെ ടേക്ക്, ടുക്ക് എന്നാണ്, ടേക്ക്, ടുക്ക്. അതുപോലെ ഗിവ് നൽകുക, കൊടുക്കുക, അതിന്റെ സെക്കൻഡ് ഫോം ആണ് ഗേവ്. അതുപോലെ റീഡ് എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് റെഡ്. സ്പെല്ലിങ്സ് ആർ സെയിം ബട്ട് പ്രൊനൗൺസിയേഷൻസ് ആർ ഡിഫറെന്റ്. ഉച്ചാരണം വ്യത്യസ്തമാണ്, പക്ഷെ സ്പെല്ലിംഗ് എന്താണ്, സെയിം ആണ്. റീഡ്, റെഡ്, റെഡ്. അതുപോലെ റൈറ്റ് എഴുതുക, അതിന്റെ സെക്കൻഡ് ഫോം ആണ് റോട്ട് എന്നാണ്, റോട്ട്. ഇനി നമ്മുടെ മൂന്നാമത്തെ ബോക്സ് എന്താണ്? ഇതാണ് ഒബ്ജക്റ്റ്. നമ്മൾ ഏത് വെർബാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇത് വരിക. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പറയാണ് ഐ പ്ലേഡ്, ഞാൻ കളിച്ചു.
അപ്പോൾ ഐ പ്ലേഡ് ഞാൻ കളിച്ചു. എന്ത് കളിച്ചു? അപ്പോൾ ഗെയിംസുകളുടെ പേര് ഏതാ? ഐ പ്ലേഡ് ക്രിക്കറ്റ്, ഐ പ്ലേഡ് ഫുട്ബോൾ. അല്ല ആരെയും പറയോ ഐ പ്ലേഡ് ബിരിയാണി എന്ന് പറയോ? ഐ പ്ലേഡ് ബിരിയാണി, ഐ പ്ലേഡ് ബിരിയാണി. ഞാൻ പറയാം ഐ എയ്റ്റ് ഞാൻ കഴിച്ചു. ഐ എയ്റ്റ് എന്താണ്? ഞാൻ കഴിച്ചു. എന്ത് കഴിച്ചു? ഐ എയ്റ്റ് മൈ ഫാദർ, ഞാൻ എൻ്റെ അച്ഛനെ കഴിച്ചു. ഐ എയ്റ്റ് മൈ മദർ, അങ്ങനെ പറയോ? ഇല്ല. അപ്പോൾ നമ്മൾ ഏത് വെർബാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? മാറ്റങ്ങൾ കൊണ്ടുവരിക. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഇത്. നിങ്ങൾ മനസ്സിലായി കാണും, എന്താണ്? പാസ്റ്റിനെ കാണിക്കുന്ന ടൈമുകളാട്ടോ ആഡ്വർബ്. ഓക്കെ, ഞാൻ പറയുന്നു ഐ വെന്റ്. ഓക്കെ, ഇവിടെ ഇത് വെർബ് സെക്കൻഡ് ഫോം, അത് സബ്ജക്ട് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, അവിടെ വെർബ് സെക്കൻഡ് ഫോം ആണ് വരേണ്ടത്. നോ പ്രോബ്ലം. ഓക്കെ, നമ്മുടെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഐ വെന്റ്. ഐ വെന്റ് ഞാൻ പോയി. എവിടെ? ഐ വെന്റ് ടു മൈ മദേഴ്സ് ഹൗസ്. എന്ത് പറഞ്ഞ്? ഐ വെന്റ് ടു മൈ മദേഴ്സ് ഹൗസ്. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി. എപ്പോ? ടൈം ഉപയോഗിക്കാം. ടുഡേ ഇന്ന്, അല്ലെങ്കിൽ ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ, അല്ലെങ്കിൽ യെസ്റ്റർഡേ ഇന്നലെ. ടൈം നമുക്ക് ഏത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു ഐ വെന്റ് ടു മൈ മദേഴ്സ് ഹൗസ് ടുഡേ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നു എന്നായി. ഈ ടുഡേ എന്ന് പറയുന്ന വേർഡിനെ നമുക്ക് പാസ്റ്റ് ആക്കാം, അതുപോലെ പ്രസന്റ് ആക്കാം, അതുപോലെ ഫ്യൂച്ചറും ആക്കാവുന്നതാണ്. ഓക്കെ, ഏതാണോ സെന്റൻസ് അതിനനുസരിച്ചായിരിക്കും മീനിങ് വരിക. ക്ലിയർ? ഇനി എനിക്ക് ഇതേ സെന്റൻസിന്റെ നെഗറ്റീവ് പറയണം. എങ്ങനെ? ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടില്ല. ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടില്ല. അപ്പം നെഗറ്റീവ് പറയുമ്പോൾ അത് പറയണമെന്നോ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും ഡിഡിൻറ്റ്. ഓക്കെ, ഡിഡിൻറ്റ് എന്ന് പറയാം. ഐ ഡിഡിൻറ്റ്. പിന്നെ നമ്മൾ വെന്റ് പറയരുത്. എന്താ? ഡിഡിന്റെ കൂടെ എപ്പോഴും ഒരു ഫസ്റ്റ് ഫോം ആണ്. അതിന്റെ കാരണം ഡിഡ് എന്ന് പറയുന്ന വേർഡ് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. ഡിഡ് ഓൾറെഡി സെക്കൻഡ് ഫോം ആണ്. രണ്ട് സെക്കൻഡ് ഫോം ഒരുമിച്ച് വരാൻ പാടില്ല. ഓക്കെ, ഐ ഡിഡിൻറ്റ് ഗോ ടു മൈ മദേഴ്സ് ഹൗസ് ടുഡേ. ഐ ഡിഡിൻറ്റ് ഗോ ടു മൈ മദേഴ്സ് ഹൗസ് ടുഡേ. ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നായി. ഇനി നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ഞാൻ പറയാണ് എന്ത്? യെസ്, ഷീ. ഓക്കെ, ഷീ കെയിം. അവൾ വന്നു. എവിടെ? ഷീ കെയിം ടു മൈ ഹോം. ഷീ കെയിം ടു മൈ ഹോം. എപ്പോ? ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. എന്തായി? ഷീ കെയിം ടു മൈ ഹോം ദിസ് മോർണിംഗ്. അവൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു എന്നായി. ഇനി എനിക്ക് ഇതിൻ്റെ നെഗറ്റീവ് ആണ്. എങ്ങനെ? അവൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല. അവൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ എന്താ പറയും? ഷീ ആദ്യം പറയാ ഷീ ഡിഡിൻറ്റ്. ഷീ ഡിഡിൻറ്റ് കെയിം എന്ന് പറയരുത്. ഷീ ഡിഡിൻറ്റ് കം. കാരണം ഡിഡ് സെക്കൻഡ് ഫോം ആണല്ലോ, അതിൻ്റെ കൂടെ വേറെ സെക്കൻഡ് ഫോം വേണ്ട. ഷീ ഡിഡിൻറ്റ് കം ടു മൈ ഹോം ദിസ് മോർണിംഗ്. ഷീ ഡിഡിൻറ്റ് കം ടു മൈ ഹോം ദിസ് മോർണിംഗ്. അവൾ ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല എന്നായി. ഇനി ഞാൻ പറയാണ് ഹീ സെഡ്. ഹീ സെഡ് അവൻ പറഞ്ഞു. എന്ത്? ഹീ സെഡ് സംതിങ്. ഹീ സെഡ് സംതിങ്. അവൻ എന്തോ പറഞ്ഞു, പക്ഷേ ഞാൻ കേട്ടില്ല. ഹീ സെഡ് സംതിങ് ബട്ട് ഐ ഡിഡ്ന്റ് ഹിയർ. എന്താ പറഞ്ഞ്? രണ്ടും പറഞ്ഞു, പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു. എന്താണ്? ഹീ സെഡ് സംതിങ്, അവൻ എന്തോ പറഞ്ഞു, ബട്ട് ഐ ഡിഡ്ന്റ് ഹിയർ, പക്ഷെ ഞാനത് കേട്ടില്ല, അല്ലെങ്കിൽ ഞാൻ കേട്ടില്ല എന്ന്. ഇനി എനിക്ക് പറയണം, ഞാൻ വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോസുകൾ കണ്ടു. ഞാൻ വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോസുകൾ കണ്ടു എന്ന് പറയണം. അപ്പോൾ പറയാം ഐ സോ, ഞാൻ കണ്ടു. ഐ സോ, ഞാൻ കണ്ടു. എന്ത്? യുവർ ഫോട്ടോസ്, നിങ്ങളുടെ ഫോട്ടോസുകൾ. എവിടെ? ഓൺ വാട്സാപ്പ്. ഓൺ വാട്സാപ്പ്. വാട്സപ്പിന് മുന്നേ ഓൺ ആണ് വരിക. കാരണം മീഡിയ, വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻ്റർനെറ്റ് ആണെങ്കിലും എന്താ പറയുക, നമ്മൾ സാധാരണ ഓൺ ആണ് ഉപയോഗിക്കുക. ഓൺ വാട്സാപ്പ്, ഓൺ ഫേസ്ബുക്ക്, ഓൺ ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയും. ഓക്കെ, ഇനി എനിക്ക് പറയണം, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ മാർക്കറ്റിൽ കണ്ടു. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ മാർക്കറ്റിൽ കണ്ടു എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഐ സോ, ഞാൻ കണ്ടു. ആരെ കണ്ടു? ഐ സോ യു, ഞാൻ നിങ്ങൾ കണ്ടു. എവിടെ? ഇൻ ദ മാർക്കറ്റ്. ഐ സോ യു ഇൻ ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റ് നിങ്ങളെ കണ്ടു. എപ്പോ? ദിസ് മോർണിംഗ്, ഇന്ന് രാവിലെ. ഐ സോ യു ഇൻ ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്. ഐ സോ യു ഇൻ ദ മാർക്കറ്റ് ദിസ് മോർണിംഗ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നു ഷീ ബോട്ട്. ഷീ ബോട്ട്, അവൾ വാങ്ങി. എന്ത് വാങ്ങി? ഷീ ബോട്ട് സം വെജിറ്റബിൾസ്. ഷീ ബോട്ട് സം വെജിറ്റബിൾ, അവൾ കുറച്ച് വെജിറ്റബിൾ വാങ്ങി. എവിടുന്ന്? ഫ്രം ദ മാർക്കറ്റ്.
ഫ്രം ദ മാർക്കറ്റിൽ നിന്ന് എപ്പോ യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ മോർണിംഗ് ഷീ ബോട്ട് സം വെജിറ്റബിൾസ് ഫ്രം ദ മാർക്കറ്റ് യെസ്റ്റർഡേ മോർണിംഗ്. ക്ലിയർ? വളരെ സിമ്പിളാണ്. നമുക്ക് എത്രയും സെന്റൻസുകൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, ഇനി ഞാൻ പറയാണ്, ഞാൻ ഇന്നലെ ഒരു ഫംഗ്ഷനിൽ പോയിരുന്നു, അതുകൊണ്ട് ഞാൻ ആബ്സെന്റ് ആയിരുന്നു എന്ന് പറയണം. പറയാം, ഐ വെന്റ് ടു എ ഫംഗ്ഷൻ യെസ്റ്റർഡേ, ദാറ്റ്സ് വൈ ഐ വാസ് ആബ്സെന്റ്. എന്താ പറഞ്ഞ്? ഐ വെന്റ് ടു എ ഫംഗ്ഷൻ യെസ്റ്റർഡേ, ദാറ്റ്സ് വൈ ഐ വാസ് ആബ്സെന്റ്. ഇനി എനിക്ക് പറയണം, ഇന്നലെ ഉച്ചക്ക് ഞാൻ കുറച്ച് ബിരിയാണി കഴിച്ചു. അപ്പൊ ഞാൻ പറയാം, അപ്പൊ ഐ എയ്റ്റ് ഞാൻ കഴിച്ചു. ഇതിന് പകരം നമുക്ക് ഹാഡ് ഉപയോഗിക്കാം. ഇങ്ങനെ ഐ ഹാഡ് ഉപയോഗിക്കാം. എന്ത്? ഐ ഹാഡ് സം ബിരിയാണി. എപ്പോ? യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ. ഐ ഹാഡ് സം ബിരിയാണി യെസ്റ്റർഡേ ആഫ്റ്റർനൂൺ. ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് അവളെ കണ്ടിരുന്നോ? അപ്പോൾ നിങ്ങൾ പറയണം, ഇന്ന് ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് പറയണം. നമ്മൾ പറയാം, ഐ ഡിഡ്ന്റ് സീ ഹെർ ടുഡേ. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എത്രയും സെന്റൻസുകൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയാണ് നിങ്ങളോട്, കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ നിങ്ങൾ പറയാണ്, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എവിടെയോ പോയിരുന്നു. പറയാം, ഐ വെന്റ്, ഞാൻ പോയിരുന്നു എവിടെ? സംവെയർ. ഐ വെന്റ് സംവെയർ ലാസ്റ്റ് സൺഡേ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എവിടെ പോയിരുന്നു? ഐ വെന്റ് സംവെയർ ലാസ്റ്റ് സൺഡേ. ഇനി ഞാൻ ചോദിക്കുകയാണ്, വാട്ട് ഡിഡ് യു സേ? നിങ്ങൾ എന്താണ് പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ പറയണം, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പറയാം, ഐ ഡിഡ്ന്റ് സേ. സെഡ് എന്ന് പറയരുത്. സെഡ് എന്ന് പറയുന്ന വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് സേ, SAY, സേ. ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്. നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മൾ എനിത്തിങ് ചേർത്തു. ഇനി അത് പോസിറ്റീവ് ആണെങ്കിലോ സംതിങ് ചേർക്കണം. ഞാൻ പറയുന്നത്, ഐ സെഡ് സംതിങ്. ഞാൻ എന്ത് പറഞ്ഞു? ഐ സെഡ് സംതിങ്. അല്ലെങ്കിൽ ഹി സെഡ് സംതിങ്. ഇനി അവനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയുമ്പോഴോ, ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഷീ ഡിഡ്ന്റ് സേ എനിത്തിങ്. അവളൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവനൊന്നും പറഞ്ഞിട്ടില്ല എന്നായി. ക്ലിയർ? ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ നോക്കാം. ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതുപോലെ നെഗറ്റീവ് പറയുമ്പോഴും നമുക്ക് യൂസ് പറയേണ്ടത് എന്താണ്? ഡിഡ് ആണ്. ഇനി നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, ഡിഡ് എന്ന് പറയുന്ന വേർഡ് ആദ്യം പറയണം. ഡിഡിനെ ആദ്യം കൊണ്ടുവരണം. അങ്ങനെ ഡിഡ് ആദ്യം പറയാം. ഓക്കെ, ഞാനൊരു സാധാരണ നമ്മൾ യുവിനോടാണല്ലോ ചോദ്യം ചോദിക്കുക, അല്ലേ? യു എന്ന് പറയുന്ന വ്യക്തിയോടാണല്ലോ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കാം സംസാരത്തിൽ. അപ്പം ഞാനിവിടെ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന് മാർക്കറ്റിൽ പോയിരുന്നോ? അപ്പോൾ ആദ്യം പറയാം, ഡിഡ് പറയാം. ഡിഡ് യു ഗോ ടു ദ മാർക്കറ്റ് ടുഡേ? ഇന്ന് നിങ്ങൾ മാർക്കറ്റിൽ പോയിരുന്നോ? ഇനി ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് അവനെ കണ്ടിരുന്നോ? അപ്പോൾ ഡിഡ് ആദ്യം പറയാം, ഡിഡ് യു സീ ഹിം ടുഡേ? ഇന്ന് നിങ്ങൾ അവനെ കണ്ടിരുന്നോ? അപ്പോൾ നിങ്ങൾ കുറച്ച് സെന്റൻസുകൾ, അതുപോലെ നെഗറ്റീവ്, അതുപോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിവൺ.